നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം കഴിഞ്ഞ 2 വർഷം കൊണ്ട് എത്രത്തോളം മാറിപ്പോയിട്ടുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമെന്ന് ലോകം വിളിച്ചിരുന്ന അമേരിക്ക 2 വർഷം മുമ്പ് പ്രൊജക്റ്റ് 2025 എന്ന പേരിൽ 900 പേജുകളുള്ള ഒരു നീല പുസ്തകം പുറത്തു വന്നു. അന്ന് പലരും ആ പുസ്തകത്തിൽ എഴുതിയിരുന്ന കാര്യത്തെ കളിയാക്കി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ ചിരിച്ചു തള്ളി. ഇതൊക്കെ വെറും പേപ്പർ വർക്കുകൾ മാത്രമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് മറ്റൊന്നാണ്. അമേരിക്കൻ ഭരണകൂടം ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളുടെ 50% ഓൾറെഡി നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു രാജ്യം ആ രാജ്യത്തെ ഭരണഘടനയേക്കാൾ പ്രാധാന്യം ഒരു പ്രത്യേക മതഗ്രന്ഥത്തിന് കൊടുക്കാൻ തുടങ്ങിയാൽ ആ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുക? കേവലം ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തിൻ്റെ സർവാധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഇന്ന് അമേരിക്കയിലെ ഓരോ വീടിനുള്ളിലും ഭയം കടന്നുകൂടിയിട്ടുണ്ട്. വരും തലമുറയുടെ സ്വാതന്ത്ര്യം പണയപ്പെടുത്തിയ ആ രഹസ്യ നീക്കങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയണം. അടുത്ത കുറച്ച് മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയണമെങ്കിൽ നമ്മൾ കുറെ കൂടി ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട്. എന്താണ് പ്രൊജക്റ്റ് 2025ൻ്റെ കോർ എന്ന് പറയുന്നത്? ഷെഡ്യൂൾ എഫ് എന്ന ഒരു ചെറിയ നിയമമാണിത്. കേൾക്കുമ്പോൾ സിമ്പിളായിട്ടൊരു കാര്യമായി തോന്നുമെങ്കിലും പക്ഷേ ഈ നിയമത്തെ ജനാധിപത്യത്തിൻ്റെ ഡെത്ത് വാറണ്ടായിട്ടാണ് പറയപ്പെടുന്നത്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഏകദേശം 2 മില്യണോളം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ ആരും തന്നെ ഒരു രാഷ്ട്രീയത്തിനും അടിമകളല്ല. എന്നാൽ ഷെഡ്യൂൾ എഫ് എന്ന ഈ പുതിയ നിയമപ്രകാരം ഏകദേശം 50,000-ഓളം ഉയർന്ന ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ മാസത്തിൽ മാത്രം അവിടെ നിന്ന് പിരിച്ചുവിട്ടത്. പകരം നിയമിച്ചതോ വെറും രാഷ്ട്രീയ അടിമകളെയായിരുന്നു. നാളെ പ്രസിഡന്റ് ഒരു തെറ്റായ തീരുമാനമെടുത്താൽ അത് നിയമവിരുദ്ധമാണെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും അവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. കോടതികളെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് എക്സിക്യൂട്ടീവ് പവർ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഇതിനെയാണ് യുണൈറ്ററി എക്സിക്യൂട്ടീവ് തിയറി എന്ന് പറയുന്നത്. അതായത് കോടതിയും നിയമവും എല്ലാം പ്രസിഡന്റ് തന്നെ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരുന്നുണ്ടാവും, അമേരിക്ക ഒരു സെക്യുലർ രാജ്യമല്ലേ എന്ന്. ആയിരുന്നു. എന്നാൽ 2026 അവസ്ഥ മറ്റൊന്നാണ്. ഹെറിറ്റേജ് ഫൗണ്ടേഷൻ മുന്നോട്ട് വെച്ച ബൈബിളിക്കലി ബേസ്ഡ് ഭരണരീതികൾ പലതും ഇന്ന് നിയമമായി കഴിഞ്ഞു. മതപഠനം സ്കൂളുകളിൽ നിർബന്ധമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വരുന്ന ഈ വാർത്തകൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്കാരും തളികയിൽ വെച്ച് നീട്ടിത്തരുന്ന ഒന്നല്ല. അത് ഓരോ ദിവസവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. അമേരിക്കയിൽ സംഭവിക്കുന്നത് നാളെ ലോകത്തിൻ്റെ ഏത് കോണിലും സംഭവിക്കാം. മാറ്റി എഴുതപ്പെടുന്ന ഈ നിയമങ്ങൾ വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി ചരിത്രം എഴുതപ്പെടും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അറിവുകളും താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.